ഹായ് ഹലോ, വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് എടുക്കാൻ പോണത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് 9ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. അപ്പൊ ചാപ്റ്ററിന്റെ പേരെന്താ? പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിന്റെ വീഡിയോ കാണാത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരണം. അപ്പൊ എന്താ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ്? നമുക്ക് ഈ ചാപ്റ്ററിൽ പോയിന്റിന്റെ പ്രൊജക്ഷനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ക്വാഡ്രാന്റ്. എന്താണ് ക്വാഡ്രാന്റ്? ഒരു എൻറ്റയർ സ്പേസിനെ 90 ഡിഗ്രിയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 ക്വാഡ്രാന്റ് കിട്ടുമെന്ന് പഠിച്ചില്ലേ? അതെങ്ങനെയാ? ഒരു എൻറ്റയർ സ്പേസിനെ നമുക്ക് 90 ഡിഗ്രിയിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എൻറ്റയർ സ്പേസിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 4 ക്വാഡ്രാന്റ് കിട്ടി. അതെങ്ങനെയാ മാർക്ക് ചെയ്യാം? 1 2 3 4 എന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യണം. 1 2 3 and 4 എങ്ങനെയാ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യണം. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഈ ഓരോ ക്വാഡ്രാന്റിലുമുള്ള പോയിന്റിന്റെ പ്രൊജക്ഷൻ ആണ്. അപ്പൊ എങ്ങനെയാ? പോയിന്റ് സിറ്റുവേറ്റഡ് ഇൻ ഫസ്റ്റ് ക്വാഡ്രാന്റ്. ആദ്യം പഠിക്കാനുള്ളത് പോയിന്റ് സിറ്റുവേറ്റഡ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രാന്റ്. സോ ഇതാണ് നമ്മളുടെ ക്വാഡ്രാന്റ്. ഇതിലേതാണ് ഫസ്റ്റ് ക്വാഡ്രാന്റ്? ഇതാണ് ഫസ്റ്റ് ക്വാഡ്രാന്റ്. നമുക്ക് ദി പ്രൊജക്ഷൻ ഓഫ് ആൻ ഒബ്ജക്ട് പ്ലേസ്ഡ് ഇൻ ഫസ്റ്റ് ക്വാഡ്രാന്റ് ഈസ് കോൾഡ് ആസ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. എന്താണ്? ഫസ്റ്റ് ക്വാഡ്രാന്റിൽ ഉള്ള ഒബ്ജക്റ്റിന്റെ പ്രൊജക്ഷനെയാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയാം. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ പോയിന്റ് എ ഈസ് 25 mm above HP and 35 mm in front of VP. Draw the projection of the point. അപ്പൊ എന്താണ്? എ എന്ന് പറയണ പോയിന്റിന്റെ പ്രൊജക്ഷൻ ആണ് നമുക്ക് വരയ്ക്കാനുള്ളത്. അപ്പൊ അതെങ്ങനെയാ? 25 mm above HP and 35 mm in front of VP. അപ്പോ ആദ്യം നമുക്ക് ഇതിൽ നോക്കാം. എങ്ങനെയാ? ഇതാണ് നമ്മളുടെ ക്വാഡ്രാന്റ്, ഫസ്റ്റ് ക്വാഡ്രാന്റ്. ഇതെങ്ങനെയാ പറഞ്ഞേക്കണത്? എബവ് HP. എബവ് HP എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും 25 mm മുകളിലോട്ട്, 25 mm മുകളിലോട്ട്. പിന്നെന്താ രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്? ആൻഡ് 35 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. 35 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് 35 mm മുന്നിലോട്ട്. 25 mm എബവ് HP ആൻഡ് 35 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കാം. ഇതാണ് നമ്മളുടെ പോയിന്റ്. എങ്ങനെയാ? 25 mm above HP and 35 mm in front of VP. ഇതിനെങ്ങനെയാ പ്രൊജക്ഷൻ വരാ? ഇത് നേരെ അടിയിലേക്ക് കൊണ്ടുവരാ. ഈ പോയിന്റ് നേരെ അടിയിലേക്ക് പ്രൊജക്ട് ചെയ്യണം. അതെങ്ങനെ വരും? ഓക്കെ, അപ്പോ ഇനി ഇത് ശ്രദ്ധിക്കാം. ഇതാണ് നമ്മളുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇതാണ് വെർട്ടിക്കൽ പ്ലെയിൻ. ഇനി എന്ത് ചെയ്യണം? ഇതാണ് നമ്മളുടെ പോയിന്റ്. ഈ പോയിന്റ് നേരെ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കും പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോ ഇതാണ് നമ്മളുടെ ഈ പോയിന്റിന്റെ, എ എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രൊജക്ഷൻ ആണ് ഈ കാണിച്ചേക്കണത്. അപ്പൊ എങ്ങനെയാ? ഇങ്ങനെ വരച്ചാൽ പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ കാണുന്ന ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഈ നമ്മളുടെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ടായിരിക്കും എപ്പോഴും നിൽക്കുക. ഈ കാണുന്ന ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ 90 ഡിഗ്രിയിൽ ക്ലോക്ക് വൈസിൽ അടിയിലേക്ക് തിരിക്കണം. 90 ഡിഗ്രി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഇത് നേരെ അടിയിലേക്ക് എന്താണ്? റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ കാണുന്ന പ്ലെയിൻ ഈ ഭാഗത്ത് വന്ന് നിൽക്കും. അതെങ്ങനെയാ ഇതില് കാണിക്കുക?
ഈ കാണുന്ന ഹൊറിസോണ്ടൽ പ്ലെയിൻ നേരെ അടിയിലോട്ട് വരും. ഓക്കെ, ഇതെങ്ങനെയാ ഇനി കാണിക്കുക? ഇത് നമ്മളുടെ 25 mm എബവ് HP എന്ന് പറഞ്ഞു. അപ്പൊ എന്താ, നമ്മളുടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് 25 mm മുകളിലോട്ടാണ് ഈ പോയിന്റ് നിൽക്കുന്നത്. ഇനി 35 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. എങ്ങനെയാ 35 mm ഇൻ ഫ്രണ്ട് ഓഫ് VP? ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 35 mm മുന്നിലോട്ട് നിൽക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാ, ഇത് നേരെ 90 ഡിഗ്രിയില് ക്ലോക്ക് വൈസിൽ തിരിക്കുമ്പോ ഈ കാണുന്ന 35 mm ഈ പോർഷൻ നേരെ അടിയിലോട്ട് വരും. അപ്പൊ ഈ 35 mm അടിയിലോട്ട് പോവും. ഈ കാണുന്ന പോയിന്റും അടിയിലോട്ട് വരും. അപ്പോ ഇതാണ് നമ്മളുടെ പോയിന്റിന്റെ പ്രൊജക്ഷൻ. ഇത്രയും കാര്യം ചെയ്താല് പോയിന്റിന്റെ പ്രൊജക്ഷൻ കഴിയുമോ? ഇല്ല. നമുക്കിനി ഇതിനെ ഡയമെൻഷനും ചെയ്യണം, അതുപോലെ തന്നെ നെയിമും കൊടുക്കണം. ഇതെങ്ങനെയാ ഇതിന് നെയിം കൊടുക്കുക? ആദ്യം തന്നെ ഡയമെൻഷൻ ചെയ്യാം. എങ്ങനെയാ പറഞ്ഞേക്കണത്? $25 mm എബവ് HP. അപ്പൊ എന്താ, നമ്മളുടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് 25 mm മുകളിലോട്ടും അതേപോലെ തന്നെ 35 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞു. ഇനി പേര് കൊടുക്കണം. നമ്മ പറഞ്ഞു ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് റൊട്ടേറ്റ് ചെയ്തത്. ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എന്താ, ഈ 35 mm ആണ് റൊട്ടേറ്റ് ചെയ്തത്. 25 mm എബവ് HP അവിടെ തന്നെ നിൽക്കുകയാണ്. 35 mm ആണ് റൊട്ടേറ്റ് ചെയ്തത്. ആ റൊട്ടേറ്റ് ചെയ്ത പോർഷനെ നമുക്ക് എന്ത് കൊടുക്കാം? A എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാതെ നിൽക്കുന്ന പോർഷനെ A' എന്നും കൊടുക്കാം. അപ്പൊ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ആരും റെഫറൻസ് ലൈന് XY ലൈനിന് പേര് കൊടുക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ റെഫറൻസ് ലൈൻ തിന്നായിട്ട് വേണം വരയ്ക്കാനായിട്ട്. പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് അല്ലേ? അപ്പൊ എന്താണ് പോയിന്റിന്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാല് പോയിന്റ് മാത്രം പ്രൊജക്ട് ചെയ്ത് കണ്ടാൽ മതി. ഓക്കെ, ഇതാണ് ഇതിന്റെ ഉത്തരം. എങ്ങനെയാ? 35 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. VPയിൽ നിന്ന് 35 mm ഇൻ ഫ്രണ്ട് ആയിട്ട് വന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി തിരിഞ്ഞപ്പോ ഈ പോയിന്റ് അടിയിലോട്ടും അതേപോലെ തന്നെ എബവ് HPക്ക് മുകളിലോട്ടുള്ള പോയിന്റ് മുകളിലേക്കും വന്നു. ഇനി നമ്മൾ എന്ത് കൊടുത്തു? ആ റൊട്ടേറ്റ് ചെയ്ത ഭാഗത്തിന് A എന്നും കൊടുത്തു, റൊട്ടേറ്റ് ചെയ്യാതെ നിൽക്കുന്നതിന് A' എന്നും കൊടുത്തു. XY ലൈനിന് പേര് കൊടുക്കാൻ XY എന്ന് പേര് കൊടുക്കാൻ മറക്കരുത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്തത് A point M is 30 mm above HP. എന്താണ് 30 mm above HP and 40 mm in front of VP. അപ്പൊ എന്താ, നമ്മളുടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് 30 mm മുകളിലോട്ടും അതേപോലെ തന്നെ 40 mm വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് 40 mm മുന്നിലോട്ടുമാണ് ഈ പോയിന്റ് നിൽക്കുന്നത്. അതൊന്ന് നമുക്ക് വരച്ചു നോക്കിയാലോ. ഇതാണ് നമ്മളുടെ വെർട്ടിക്കൽ പ്ലെയിൻ, ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഫസ്റ്റ് ക്വാഡ്രാന്റിന്റെ. അപ്പോ ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ. ഇതെങ്ങനെയാ പറഞ്ഞേക്കുന്നത്? 30 mm എബവ് HP. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും 30 mm മുകളിലോട്ടും അതേപോലെ തന്നെ 40 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് 40 mm മുന്നിലോട്ടും 30 mm മുകളിലോട്ടുമായിട്ടാണ് ഈ പോയിന്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പൊ എങ്ങനെയാ ഇനി ഈ പോയിന്റിന്റെ പ്രൊജക്ഷൻ ആണ് നമുക്ക് വരയ്ക്കാനുള്ളത്. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ അല്ലാതെ വേറൊരു മെത്തേഡില് നമുക്കിത് വരച്ചു നോക്കാം. അതെങ്ങനെയാ? ആദ്യം തന്നെ നമുക്ക് XY ലൈൻ വരയ്ക്കാം. XY ലൈൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? XY ലൈൻ വരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എ പോയിന്റ് M. അപ്പൊ പോയിന്റിന്റെ പേരെന്താണ്? M is 30 mm above HP. 30 mm above HP. HPക്ക് 30 mm മുകളിലോട്ട്. അപ്പൊ above HP എന്ന് പറഞ്ഞാൽ എന്താ? XY. above HP എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും 30 mm മുകളിലോട്ട്. above എന്ന് പറഞ്ഞാല് XY ലൈനിന്റെ മുകളിലോട്ടും below എന്ന് പറഞ്ഞാല് XY ലൈനിന്റെ താഴോട്ടും അതേപോലെ തന്നെ behind VP എന്ന് പറഞ്ഞാൽ XY ലൈനിന്റെ മുകളിലോട്ടും in front of VP എന്ന് പറഞ്ഞാല് XY ലൈനിന്റെ താഴോട്ടും വരും. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? 30 mm above HP. അപ്പൊ എന്താണ്? 30 mm above HP. above HP എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പൊ എന്ത് ചെയ്യാം? ഈ ഒരു XY ലൈനിൽ നിന്ന് 30 mm മുകളിലോട്ട് നീക്കി ഒരു പോയിന്റ് ഇടാം. 30 mm മുകളിലോട്ട് നീക്കി ഒരു പോയിന്റ് ഇടണം. ഇനി 40 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. 40 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അതെങ്ങനെയാ? ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ വന്നേക്കുന്നത്? XY ലൈനിന്റെ താഴോട്ട്. XY ലൈനിന്റെ താഴോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ XY ലൈനിൽ നിന്നും താഴോട്ട് 40 മില്ലിമീറ്റർ എടുത്തിട്ട് പോയിന്റ് ഇടണം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതിന് ഡയമെൻഷൻ ചെയ്യണം. ഡയമെൻഷൻ എങ്ങനെയാ ചെയ്യാ? $40 mm in front and 30 mm above. നമ്മൾ നേരത്തെ പറഞ്ഞു പേര് കൊടുക്കണത് എങ്ങനെയാ? ഏതാണോ റൊട്ടേറ്റ് ചെയ്തത്, ഏത് അളവാണോ റൊട്ടേറ്റ് ചെയ്തത് അതിന് A എന്നും കൊടുക്കാം. അതല്ലാതെ ആ പെർമനന്റ് ആയിട്ട് അവിടെ നിൽക്കുന്നതിന് ഡാഷ് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു. ഇതില് പേര് കൊടുക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതെങ്ങനെയാ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാല് ഏതിനാണ് ഡാഷ് വരുന്നതെന്ന് പറയാൻ പറ്റും. എ പോയിന്റ് M is 30 mm above HP. എങ്ങനെയാ? 30 mm above HP. അപ്പൊ HP നെ ബേസ് ചെയ്ത് വന്നേക്കുന്നത് ഏതളവാണ്? 30 mm above HP. ഈ 40 mm ഏതിനെ ബേസ് ചെയ്ത് വന്ന ഇതാണ്? VP. അപ്പൊ വെർട്ടിക്കൽ പ്ലെയിന് എന്താ ബേസ് ചെയ്ത് വന്നേക്കുന്നത് 40 mm ഉം അതേപോലെ തന്നെ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ HP നെ ബേസ് ചെയ്ത് വന്നേക്കുന്നത് 30 mm ഉം ആണ്. അപ്പൊ നമുക്ക് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനെ ബേസ് ചെയ്ത് വന്ന 30 mm ന് നമ്മൾ എന്ത് പേര് കൊടുക്കും? ഡാഷ് എന്ന് പേര് കൊടുക്കും. അപ്പോ M ഡാഷ്. അതേപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിൻ, ഈ വെർട്ടിക്കൽ പ്ലെയിന് ബേസ് ചെയ്ത് വന്ന 40 mm ന് നമ്മൾ എന്ത് പേര് കൊടുക്കും? M എന്ന് പേര് കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? എബവ് എന്ന് പറഞ്ഞാല് മേലോട്ട് കൊടുക്കാം ആൻഡ് ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാല് താഴോട്ട് കൊടുക്കാം. HP നെ ബേസ് ചെയ്ത് വന്നേക്കുന്ന അളവിന് നമ്മൾ എന്ത് കൊടുക്കണം? ഡാഷ് കൂട്ടി കൊടുക്കണം. അതേപോലെ തന്നെ അടിയില് M എന്ന് കൊടുക്കണം. XY ലൈൻ കൊടുക്കാൻ മറക്കരുത്. ഡയമെൻഷനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ക്വസ്റ്റ്യന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായി ഫസ്റ്റ് ക്വാഡ്രാന്റ് കഴിഞ്ഞു. എന്താ? പോയിന്റ് സിറ്റുവേറ്റഡ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രാന്റ് കഴിഞ്ഞു. അടുത്തത് എന്താണ്? ദി പോയിന്റ് സിറ്റുവേറ്റഡ് ഇൻ സെക്കൻഡ് ക്വാഡ്രാന്റ്. പോയിന്റ് സിറ്റുവേറ്റഡ് ഇൻ സെക്കൻഡ് ക്വാഡ്രാന്റ്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. എ പോയിന്റ് ബി. എന്താ? എ പോയിന്റ് ബി ഈസ് സിറ്റുവേറ്റഡ് 35 mm ബിഹൈൻഡ് VP. എന്താ? 35 mm ബിഹൈൻഡ് VP ആൻഡ് 25 mm above HP. എന്താ? VPക്ക് 35 mm പിന്നിലും അതേപോലെ തന്നെ HPക്ക് എന്താണ്? above 25 mm മുകളിലുമായിട്ടാണ് ഈ പോയിന്റ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് വരച്ചു നോക്കിയാലോ.
സെക്കൻഡ് ക്വാഡ്രാന്റ് ഇതല്ലേ? അതെങ്ങനെയാ വന്നേ? ഇതല്ലേ നമ്മുടെ സെക്കൻഡ് ക്വാഡ്രാന്റ്? ഇതെങ്ങനെയാ വന്നേക്കുന്നത്? പോയിന്റ് ബി ഈസ് 35 mm ബിഹൈൻഡ് വി പി. ഈ വെർട്ടിക്കൽ പ്ലെയിനിന് 35 mm പിന്നിലും അതേപോലെ തന്നെ 25 mm മുകളിലുമായിട്ടാണ് ഈ പോയിന്റ് വന്നേക്കുന്നത്. അതെങ്ങനെയാ? ഇതിന് നമുക്ക് ഇനി പ്രൊജക്റ്റ് ചെയ്യാം. അപ്പൊ എന്താ നമ്മ പറഞ്ഞു, ഇങ്ങനെ പ്രൊജക്ഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം? ഓൺലി ഇൻ വെർട്ടിക്കൽ. വെർട്ടിക്കൽ ആയിട്ട് മാത്രമേ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ, ഈ കാണുന്ന എച്ച് പിനെ ഞാൻ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്? 90 ഡിഗ്രിയില് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം. എങ്ങനെയാ? അപ്പോ ഈ 90 ഡിഗ്രിയില് ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോ ഈ കാണുന്ന എൻറ്റയർ പോർഷൻ എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും. അതാണ് ഈ കാണിച്ചേക്കണത്. എങ്ങനെയാ? ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് 35 mm മുകളിലോട്ടും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് 25 mm മുകളിലോട്ടും വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് 35 mm മുന്നിലോട്ടുമാണ് നമ്മളുടെ പോയിന്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇനി ഈ കാണുന്ന ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്താ? ഈ കാണുന്ന ഹൊറിസോണ്ടൽ പ്ലെയിൻ നേരെ മുകളിലോട്ട് 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ വരും? ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ നേരെ മുകളിലോട്ട് എന്താ 90 ഡിഗ്രിയിൽ ഇങ്ങോട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു പോർഷൻ നേരെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വന്ന് നിൽക്കും. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? ഇതാണ് നമ്മുടെ XY ലൈൻ. ഈ ഓൾറെഡി 25 mm മുകളിലോട്ട് നമ്മളുടെ പോയിന്റ് നിൽക്കുന്നുണ്ട്. എന്താ? 25 mm മുകളിലോട്ട് പോയിന്റ് നിൽക്കുന്നുണ്ട്. ഇനി എന്താണ്? ഈ 35 mm, ഈ കാണുന്ന 35 mm നേരെ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്ത് ഈ ഭാഗത്ത് വന്ന് നിൽക്കും. അപ്പോൾ ഈ കാണുന്ന എന്താണ്? ഇവിടെയുള്ള 35 mm നേരെ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്ത് ഇതിന്റെ മുകളിലായിട്ട് വന്ന് നിൽക്കും. കാരണം ഇത് എത്രയാ പറഞ്ഞേക്കുന്നത്? 25ഉം ഇത് 35ഉം ആണ്. ഓക്കെ, ഇനി ഡയമെൻഷൻ ചെയ്യണം. $35 പേരെങ്ങനെയാ കൊടുക്ക? ഓൾറെഡി അവിടെ ഉള്ള ഭാഗത്തിന് നമ്മൾ എന്ത് പേര് കൊടുക്കും? ഓൾറെഡി അവിടെ ഉള്ള ഭാഗത്തിന് എന്താ? B' എന്നും അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് വന്നതിനെ നമ്മള് B എന്നും പേര് കൊടുക്കും. അപ്പൊ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് എന്താ? ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത് പറഞ്ഞ മെത്തേഡിൽ ഒന്ന് വരച്ചു നോക്കിയാലോ? A point N is situated 30 mm behind VP. എന്താ? 30 mm behind VP and 20 mm above HP. 30 mm behind VP, 20 mm above HP. അപ്പോൾ നമ്മളിങ്ങനെ ഇതാക്കണം. എന്താണ്? 30 mm ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? 30 mm ബിഹൈൻഡ് എന്ന് പറഞ്ഞാല്, ബിഹൈൻഡ് VP എന്ന് പറഞ്ഞാല് പിന്നിലോട്ട് വരും. പിന്നെ അതേപോലെ തന്നെ
20 mm എബവ് HP എന്ന് പറഞ്ഞാല് എന്താണ് സെക്കൻഡ് ക്വാഡ്രാന്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതൊന്ന് വരച്ചു നോക്കാം. സെക്കൻഡ് മെത്തേഡ്, രണ്ടാമത് പറഞ്ഞ മെത്തേഡില് ഇതൊന്ന് വരച്ചു നോക്കാം. ആദ്യം തന്നെ എന്താ വരയ്ക്കേണ്ടത്? XY ലൈൻ. ആദ്യം തന്നെ XY ലൈൻ വരയ്ക്കുക. XY. ഇനി എന്താ ചെയ്യണ്ടേ? A point N is situated 30 mm behind VP. 30 mm behind VP and 20 mm above HP എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോ 30 mm ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ XY ലൈനിന്റെ എങ്ങോട്ട് വരും എന്നാ പറഞ്ഞത്? മുകളിലോട്ട്. അതെങ്ങനെയാ? ബിഹൈൻഡ് VP എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് വരും. അതേപോലെ തന്നെ എബവ് HP എന്ന് പറഞ്ഞാലും മുകളിലോട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ എന്താ? N is situated 30 mm behind VP. 30 mm behind എന്ന് പറഞ്ഞാൽ എന്താ? ഈ XY ലൈനിൽ നിന്ന് മുകളിലോട്ട് 30 എടുത്ത് ഒരു പോയിന്റ് ഇടണം. അതേപോലെ തന്നെ 30 mm മുകളിലോട്ട് എടുത്ത് ഒരു പോയിന്റ് ഇടണം. അതേപോലെ തന്നെ 20 mm above HP. 20 mm above HP. 20 mm above HP എന്ന് പറഞ്ഞാൽ എന്താണ്? XY ലൈനിൽ നിന്നും 20 mm മുകളിലോട്ട് എടുത്ത് പോയിന്റ് ഇടണം. അപ്പൊ എങ്ങനെയാ? പോയിന്റ് മാത്രം പ്രൊജക്ട് ചെയ്ത് കണ്ടാ മതി. ഓക്കെ, ഇനി ഡയമെൻഷൻ ചെയ്യാം. ഡയമെൻഷൻ ചെയ്യുമ്പോ $30 mm and $20 mm. പിന്നെ പേര് കൊടുക്കണം. എങ്ങനെയാണ് പേര് കൊടുക്കുക? A point N is 30 mm behind VP. അപ്പൊ VPക്ക് ബേസ് ചെയ്ത് വന്നേക്കുന്ന അളവ് ഏതാണ്? 30ക്ക് ബേസ് ചെയ്ത് വന്നേക്കുന്ന അളവ് VPക്ക് ബേസ് ചെയ്ത് വന്നേക്കുന്ന അളവ് 30 mm and 20 mm above HP. അപ്പൊ HPക്ക് ബേസ് ചെയ്തേക്കുന്ന വന്ന അളവ് ഏതാണ്? HPനെ ബേസ് ചെയ്ത് വന്ന അളവ് 20 mm. HPനെ ബേസ് ചെയ്ത് വന്ന അളവ് 20 mm ആയതുകൊണ്ട് ഈ 20 mm നിൽക്കുന്ന പോയിന്റിന് നമ്മൾ എന്ത് പേര് കൊടുക്കും? N ഡാഷ്. N സ്മോൾ ലെറ്ററിൽ N ഡാഷ് കൊടുക്കണം. VPനെ ബേസ് ചെയ്ത് വന്ന 30 mm നമ്മൾ എന്ത് പേര് കൊടുക്കും? N എന്ന് സ്മോൾ ലെറ്ററിൽ കൊടുക്കണം. അപ്പോ ഇതാണ് ഇതിന്റെ ആൻസർ. എല്ലാവരും ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അടുത്തത് ദി പോയിന്റ് സിറ്റുവേറ്റഡ് ഇൻ ദി തേർഡ് ക്വാഡ്രാന്റ്. പോയിന്റ് സിറ്റുവേറ്റഡ് ഇൻ ദി തേർഡ് ക്വാഡ്രാന്റ്. ദി പ്രൊജക്ഷൻ ഓഫ് എൻ ഒബ്ജക്ട് പ്ലേസ്ഡ് ഇൻ ദി തേർഡ് ക്വാഡ്രാന്റ് ഈസ് കോൾഡ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. തേർഡ് ക്വാഡ്രാന്റിൽ വെച്ച് ഏതെങ്കിലും ഒബ്ജക്റ്റിനെ പ്രൊജക്ട് ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ? A point C is located 25 mm below HP and 35 mm behind VP. എന്താണ്? C എന്ന് പറയുന്ന പോയിന്റ് HPക്ക് 25 mm അടിയിലും അതേപോലെ തന്നെ 35 mm ബിഹൈൻഡ് VP. 35 mm വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നും 35 mm പിന്നിലുമായിട്ടാണ് C എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ പ്രൊജക്ഷൻ നമുക്ക് വരയ്ക്കാം. ഇതെങ്ങനെയാ? ഇതാണ് നമ്മളുടെ ക്വാഡ്രാന്റ്, തേർഡ് ക്വാഡ്രാന്റ്. ഇതിൽ നിന്ന് എങ്ങനെയാ വന്നേക്കുന്നത്? ഈ കാണുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും അടിയിലോട്ട് 25 mm അതേപോലെ തന്നെ ഈ കാണുന്ന വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് പിന്നിലോട്ട് 35 mm ആണ് വന്നേക്കണത്. അപ്പൊ എങ്ങനെയാ? ഇതാണ് നമ്മളുടെ പോയിന്റ്. ഈ പോയിന്റിന് ഇതിനെ നമുക്ക് ഏത് പ്ലെയിൻ ആണ്? ഹൊറിസോണ്ടൽ പ്ലെയിൻ 90 ഡിഗ്രിയിൽ ക്ലോക്ക് വൈസിലോട്ട് റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെയാ? ഈ
സി ഡാഷ് ഓൾറെഡി വെർട്ടിക്കൽ പ്ലെയിനിലാണ് നിൽക്കുന്നത്. അപ്പോ ഈ കാണുന്ന ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഈ സി എന്നുള്ള ഹൊറിസോണ്ടൽ പ്ലെയിൻ മേലോട്ട് 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യണം. അതെങ്ങനെയാ? ഇതാണ് നമ്മളുടെ തേർഡ് ക്വാഡ്രാന്റ്, വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. ക്വസ്റ്റ്യൻ എന്താ? A point C is located 25 mm below HP. എന്താണ്? HP-ക്ക് 25 mm below, HP-യിൽ നിന്ന് 25 mm അടിയിലോട്ടും അതേപോലെ തന്നെ 35 mm behind VP. VP-യിൽ നിന്ന് 35 mm പിന്നിലുമാണ് നമ്മളുടെ പോയിന്റ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്താ? 25 mm അടിയിലോട്ടും 35 mm പിന്നിലോട്ടുമാണ് നമ്മളുടെ പോയിന്റ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലും വെർട്ടിക്കൽ പ്ലെയിനിലും നമുക്ക് പോയിന്റ് കിട്ടും. ഇനി എങ്ങനെയാ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഹൊറിസോണ്ടൽ പ്ലെയിനിലും വെർട്ടിക്കൽ പ്ലെയിനിലും നമുക്ക് പോയിന്റിന്റെ പ്രൊജക്ഷൻ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ വരും? ഓൺലി ഇൻ വെർട്ടിക്കൽ, വെർട്ടിക്കൽ ആയിട്ട് മാത്രമാണ് നമുക്ക് പോയിന്റിനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ കാണുന്ന ഹൊറിസോണ്ടൽ പ്ലെയിൻ 90 ഡിഗ്രി ക്ലോക്ക് വൈസിലോട്ട് തിരിക്കണം. 90 ഡിഗ്രി ക്ലോക്ക് വൈസിലോട്ട് തിരിക്കുമ്പോ എങ്ങനെയാ? ഈ കാണുന്ന എൻറ്റയർ പോർഷൻ, ഈ ഒരു പോർഷൻ എന്ത് ചെയ്യും? മുകളിലോട്ട് 90 ഡിഗ്രിയില് മുകളിലോട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, സോറി നോട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയും. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ഈ കാണുന്ന പോർഷൻ മുകളിലോട്ട് നീങ്ങും. ഓക്കെ, അപ്പൊ എന്താ? ഈ ഒരു പോർഷൻ ഇല്ല, ഇത് നമുക്ക് മായ്ച്ചു കളയാം. അപ്പൊ എന്താ? ഇത് 25ഉം ഇത് 35 mm ആണ്. ഓക്കെ, XY ലൈൻ നമ്മൾ എങ്ങനെയാ വരച്ചത്? mm മുകളിലോട്ടും അതേപോലെ തന്നെ 25 mm അടിയിലോട്ടും എടുത്തിട്ടാണ് നമ്മൾ പോയിന്റ് വരച്ചത്. ഇനി ഡയമെൻഷൻ ചെയ്യാം. ഇതിനെങ്ങനെയാ പേര് കൊടുക്കുക? ഏതാണോ റൊട്ടേറ്റ് ചെയ്തത്, റൊട്ടേറ്റ് ചെയ്ത പോർഷൻ ഏതാണ്? റൊട്ടേറ്റ് ചെയ്ത പോർഷൻ ഈ 35 mm ആണ്. ഇവിടെ നിന്നുള്ള 35 mm ആണ് റൊട്ടേറ്റ് ചെയ്തത്. അതിന് നമ്മ എന്ത് കൊടുക്കും? റൊട്ടേറ്റ് ചെയ്ത പോർഷന് സി എന്നും കൊടുക്കും. റൊട്ടേറ്റ് ചെയ്യാതെ നിൽക്കുന്നതിന് നമ്മൾ എന്ത് കൊടുക്കും? സി ഡാഷ് എന്നും കൊടുക്കും. അപ്പോ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് എന്താ? ഇതാണ് അതിന്റെ ആൻസർ. A point O is situated 20 mm below HP and 40 mm behind VP. Draw the projection. അപ്പൊ എന്താ? ഈ തേർഡ് ക്വാഡ്രാന്റിലുള്ള പ്രൊജക്ഷൻ നമുക്ക് വരയ്ക്കാം. അതെങ്ങനെയാണ്? നമ്മ രണ്ടാമത് പറഞ്ഞ മെത്തേഡിൽ ഒന്ന് ചെയ്തു നോക്കുക. XY ലൈനിന് മുകളിലോട്ട് വരുന്നത് ഏതൊക്കെയാണ്? എബവ് HP-യും ബിഹൈൻഡ് VP-യും. ഇതിൽ ഏതെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? യെസ്, ബിഹൈൻഡ് VP 40 mm ബിഹൈൻഡ് VP.
ആൻഡ് 20 mm ബിലോ HP. ബിലോ HP എന്ന് പറഞ്ഞാൽ XY ലൈനിന്റെ എങ്ങോട്ട് വരും? അടിയിലോട്ട്. ബിലോ എന്ന് പറഞ്ഞാല് 20 mm ബിലോ എന്ന് പറഞ്ഞാല് XY ലൈനിന്റെ അടിയിലോട്ടായിരിക്കും അതിന്റെ പ്രൊജക്ഷൻ വരാം. അതൊന്ന് വരച്ചു നോക്കാം. ആദ്യം തന്നെ XY ലൈൻ. XY ലൈൻ വരച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് പേര് കൊടുക്കണം? XY. ഇനി പോയിന്റ് O. നമ്മളുടെ പോയിന്റിന്റെ പേരാണ് O. സിറ്റുവേറ്റഡ് 20 mm ബിലോ HP. ബിലോ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരും എന്നാണ് പറഞ്ഞത്? അടിയിലോട്ട്. 20 mm ബിലോ HP ആൻഡ് 40 mm 40 mm ബിഹൈൻഡ് VP. ബിഹൈൻഡ് VP എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ വരാ? ബിഹൈൻഡ് VP എന്ന് പറഞ്ഞാല് എങ്ങോട്ട് വരും? മുകളിലോട്ട്. 40 അടിയിലോട്ട് 20 mm ബിലോ HP. 20 mm ബിലോ HP. ഇനി ഡയമെൻഷൻ ചെയ്യാം. പേരെങ്ങനെയാ കൊടുക്കുക? പോയിന്റ് O ഈസ് 20 mm ബിലോ HP. HP നെ ബേസ് ചെയ്ത് വന്നേക്കുന്നത് എന്താണ്? അപ്പോ 20 mm. ഈ 20 mm ആണ് HP നെ ബേസ് ചെയ്ത് വന്നേക്കുന്ന അളവ്. അപ്പൊ നമുക്ക് അതിന് എന്ത് പേര് കൊടുക്കാൻ പറ്റും? O ഡാഷ്. അതേപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിൻ VPക്ക് ബേസ് ചെയ്ത് വന്ന 40 mm നമ്മള് O എന്നും പേര് കൊടുക്കും. ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് എ പോയിന്റ് സിറ്റുവേറ്റഡ് ഇൻ ദി ഫോർത്ത് ക്വാഡ്രാന്റ്. നമ്മൾ ഏതൊക്കെ പഠിച്ചു? പോയിന്റ് സിറ്റുവേറ്റഡ് ഇൻ ഫസ്റ്റ് ക്വാഡ്രാന്റ് ആൻഡ് പോയിന്റ് സിറ്റുവേറ്റഡ് ഇൻ സെക്കൻഡ് ക്വാഡ്രാന്റ്, പോയിന്റ് സിറ്റുവേറ്റഡ് ഇൻ തേർഡ് ക്വാഡ്രാന്റ്. അടുത്തതാണ് പഠിക്കാനുള്ളത് പോയിന്റ് സിറ്റുവേറ്റഡ് ഇൻ ദി ഫോർത്ത് ക്വാഡ്രാന്റ്. നാലാമത്തെ ക്വാഡ്രാന്റിലുള്ള പോയിന്റിന്റെ പ്രൊജക്ഷൻ ആണ് അടുത്തത് പഠിക്കാനുള്ളത്. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ വായിച്ചേ. A point D is located 25 mm below HP and 35 mm in front of VP. എന്താ 25 mm below HP യും 35 mm in front of VP യും. അപ്പൊ നാലാമത്തെ ക്വാഡ്രാന്റ് അല്ലേ? നാലാമത്തെ ക്വാഡ്രാന്റിൽ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? നാലാമത്തെ ക്വാഡ്രാന്റ് എ പോയിന്റ് D is located 25 mm below HP. എന്താ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിന് 25 mm അടിയിലോട്ടും അതേപോലെ തന്നെ 35 mm in front of VP. 35 mm in front of VP എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെർട്ടിക്കൽ പ്ലെയിനിന് മുമ്പിലോട്ട് 35 mm. അപ്പൊ പോയിന്റ് എങ്ങോട്ട് വരും? 25 mm below HP and 35 mm in front of VP. അപ്പോ പോയിന്റ് ഏകദേശം ഇവിടെ വരും. അപ്പൊ എന്താ ഇങ്ങനെ പ്രൊജക്ഷൻ ചെയ്യാൻ പറ്റുമോ? വെർട്ടിക്കൽ ആയിട്ടല്ലേ ചെയ്യാൻ പറ്റാ? അപ്പൊ എന്താ ഇനി നമുക്ക് ഈ കാണുന്ന 25 mm എന്താണ്? 25 mm ഈ കാണുന്ന പോർഷൻ എങ്ങനെയാ? 90 ഡിഗ്രിയില് എന്ത് ചെയ്യണം? ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. ഈ കാണുന്ന 35 mm, ഈ കാണുന്ന 35 mm 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യണം. എങ്ങനെ വരും? ഇവിടെ വരും. ഈ കാണുന്ന പോർഷൻ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് 25ഉം ഇത് 35 ആയിട്ട് നമുക്ക് കിട്ടും. അതെങ്ങനെയാ? ഇതാണ് XY ലൈൻ. എന്താ
ഓൾറെഡി 25 mm XY ലൈനിന് അടിയിലോട്ടും അതേപോലെ തന്നെ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള 35 mm 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി എന്താ നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ ചെയ്യാം. അപ്പൊ ഇനി എങ്ങനെയാ പേര് കൊടുക്കുക? ഓൾറെഡി 25 mm അടിയിലോട്ടുണ്ട്. അപ്പൊ അതെന്താണ്? അത് ഡി ഡാഷ്. ഇനി റൊട്ടേറ്റ് ചെയ്തത് ഏത് പോർഷൻ ആണ്? 35 mm ആണ് റൊട്ടേറ്റ് ചെയ്തത്. ആ പോർഷൻ നമ്മള് ഡി എന്ന് പേര് കൊടുക്കും. അപ്പോ അടുത്ത ക്വസ്റ്റിനും കൂടെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. A point P is situated 30 mm below HP and 40 mm in front of VP. അപ്പൊ നമുക്കിത് സെക്കൻഡ് മെത്തേഡ് വെച്ച് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ XY ലൈൻ വരയ്ക്കാം. എങ്ങനെയാ? എ പോയിന്റ് P. അപ്പൊ നമ്മളുടെ പോയിന്റിന്റെ പേര് എന്താണ്? P. സിറ്റുവേറ്റഡ് 30 mm ബിലോ HP. എന്താണ്? HP യുടെ 30 mm ബിലോ. 30 ബിലോ HP എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരും പോയിന്റ്? അടിയിലോട്ട്. 30 mm ബിലോ എന്ന് പറയുമ്പോ അടിയിലോട്ട് 30 mm. ആൻഡ് 40 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. എന്താണ്? ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരും? അടിയിലോട്ട് തന്നെ പിന്നെയും വരും. അപ്പൊ നമ്മളുടെ XY ലൈനിൽ നിന്ന് 40 mm എടുത്ത് അടിയിലോട്ട് പോയിന്റ് ഇടണം. ഡയമെൻഷൻ ചെയ്യാം. പേരെങ്ങനെയാ കൊടുക്ക? എ പോയിന്റ് P is situated 30 mm below HP. അപ്പൊ HP നെ ബേസ് ചെയ്തേക്കുന്ന വന്ന അളവ് ഏതാണ്? 30 mm. അപ്പൊ ഇതിലേതാണ് 30? ഈ പോയിന്റ് ആണ് 30 mm വന്നേക്കുന്നത്. അപ്പൊ അതിനെന്ത് പേര് കൊടുക്കും നമ്മള്? P ഡാഷ്. HP നെ ബേസ് ചെയ്ത് വന്ന അളവിനെല്ലാത്തിനും ഡാഷ് കൊടുക്കണം. VP നെ ബേസ് ചെയ്ത് വന്ന 40 mm P എന്ന് പേര് കൊടുക്കണം. HP നെ ബേസ് ചെയ്ത് വന്നാൽ P ഡാഷ് കൊടുക്കണം. HP നെ ബേസ് ചെയ്ത് വന്ന അളവിനെല്ലാത്തിനും ഡാഷ് കൊടുക്കണം. ഓക്കെ. അപ്പോ ഈ 4 ക്വാഡ്രാന്റിലും എടുത്ത കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കണം. നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോണത് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് ലൈൻ ഇൻ റെഫറൻസ് ലൈൻ. എന്താണ്? ഈ ഓരോ പോയിന്റും റെഫറൻസ് ലൈനിൽ ലൈ ചെയ്ത് ഉള്ള എന്താണ് പ്രൊജക്ഷൻ ആണ് നമുക്ക് വരയ്ക്കാനുള്ളത് ഇനി. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇഫ് എ പോയിന്റ് E is in HP and 35 mm in front of VP, draw the projection. അപ്പൊ എങ്ങനെയാ? നമുക്കിത് സെക്കൻഡ് മെത്തേഡ് വെച്ചൊന്ന് ചെയ്തു നോക്കാം. എന്ത് വരും? ഇഫ് എ പോയിന്റ് ഈസ് 30 is HP and 35 mm in front of VP. അപ്പൊ എന്താണ്? ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ. ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ. ചോദ്യം എന്താണ്? E is in HP. ഇൻ HP എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പോയിന്റ് HP തന്നെയായിരിക്കും സിറ്റുവേറ്റ് ചെയ്യുക. HP എന്ന് പറഞ്ഞാൽ നമ്മളുടെ റെഫറൻസ് ലൈനിൽ തന്നെ സിറ്റുവേറ്റ് ചെയ്യും. ആൻഡ്
35 mm in front of VP. 35 mm in front എന്ന് പറഞ്ഞാൽ എന്താണ്? 35 in front എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരും? XY ലൈനിന്റെ അടിയിലോട്ട് വരും. അപ്പൊ എന്താണ്? ഈ XY ലൈനിൽ നിന്നും 35 mm അടിയിലോട്ട് എടുത്ത് പോയിന്റ് ഇടും. ഇനി പേര് കൊടുക്കണത് സാധാ നമ്മൾ പേര് കൊടുക്കണ പോലെ തന്നെ. എങ്ങനെയാ? എ പോയിന്റ് ഈസ് ഇൻ HP. അപ്പൊ എന്താണ്? ഈ ഈസ് ഇൻ HP. എന്താ? ഈ ഈസ് ഇൻ HP. അപ്പൊ HP-യിലുള്ള പോയിന്റ് ആണ് ഇ. അപ്പൊ HP-നെ ബേസ് ചെയ്ത് വന്ന അളവിന് നമ്മൾ എന്ത് പേര് കൊടുക്കൂന്നാ പറഞ്ഞത്? ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ഇ ഡാഷും ഇത് ഇയും ആണ്. ഓക്കെ, അപ്പോ HP-നെ ബേസ് ചെയ്ത് വന്ന റെഫറൻസ് ലൈനിലുള്ള പോയിന്റിന് നമ്മൾ ഇ എന്നും, അതേപോലെ തന്നെ VP-നെ ബേസ് ചെയ്ത് വന്നേക്കുന്ന 35 ഇൻ ഫ്രണ്ട് 35 അളവിന് നമ്മൾ ഇ എന്നും പേര് കൊടുക്കും. ഓക്കെ, HP-നെ ബേസ് ചെയ്ത് വന്നേക്കുന്ന റെഫറൻസ് ലൈനിലുള്ള പോയിന്റ് നമ്മൾ എന്ത് കൊടുക്കും? ഇ ഡാഷ് എന്നും, VP-നെ ബേസ് ചെയ്ത് വന്ന 35 നമ്മൾ എന്ത് കൊടുക്കും? ഇ എന്നും പേര് കൊടുക്കും. ഇനി അടുത്തത്, ഇഫ് എ പോയിന്റ് എഫ് ഈസ് ഇൻ VP. എന്താണ്? ഓൺ VP ആണെങ്കിലും ഓൺ HP ആണെങ്കിലും നമ്മൾ ആ പോയിന്റ് എവിടെയായിരിക്കും ലൊക്കേറ്റ് ചെയ്യുക? അത് റെഫറൻസ് ലൈനിലായിരിക്കും ലൊക്കേറ്റ് ചെയ്യുക. ഇഫ് എ പോയിന്റ് ഈസ് ഇൻ VP, ആ പോയിന്റ് ആണ് ഇത്. റെഫറൻസ് ലൈനിൽ ഈസ് ഇൻ VP ആൻഡ് 25 എബവ് HP. 25 എബവ് HP എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ റെഫറൻസ് ലൈനിൽ നിന്നും 25 മുകളിലോട്ട് ആയിരിക്കും അടുത്ത പോയിന്റ് വരെ. 25 എബവ് HP. ഓക്കെ, എബവ് HP എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് വരിക? റെഫറൻസ് ലൈനിൽ നിന്ന് മുകളിലോട്ട്. ഇനി അതിനെ ഡയമെൻഷൻ ചെയ്യാം. പേര് കൊടുക്കുന്നത് എങ്ങനെയാ? ഇഫ് എ പോയിന്റ് എഫ് ഈസ് ഇൻ VP. അപ്പൊ VP-യിലുള്ളതാണ് ഇത്. VP-നെ ബേസ് ചെയ്ത് വന്നതാണ് എന്ത്? റെഫറൻസ് ലൈനിലുള്ള പോയിന്റ്. അതിന് നമുക്ക് F ഡാഷ് എന്ന് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം ഈ റെഫറൻസ് ലൈനിലുള്ള പോയിന്റ് VP-നെ ബേസ് ചെയ്ത് വന്നതാണ്. അപ്പൊ അതിന് F എന്നും, അതേപോലെ തന്നെ 25 എബവ് HP. 25 എബവ് HP. HP-നെ ബേസ് ചെയ്തേക്ക് വന്ന അളവ് ഏതാണ്? 25 ഈ 25 എടുത്ത് വരച്ച പോയിന്റിന് F ഡാഷ് എന്നും പേര് കൊടുക്കും. അടുത്തത്, ഇഫ് എ പോയിന്റ് G ഈസ് ഇൻ ബോത്ത് HP ആൻഡ് VP. ബോത്ത് HP ആൻഡ് VP എന്ന് പറഞ്ഞാൽ എന്താണ്? XY ലൈനിലായിരിക്കും ആ പോയിന്റ് സിറ്റുവേറ്റ് ചെയ്യുക. അതിന് G, G ഡാഷ് എന്ന്, എന്താണ്? ആദ്യം തന്നെ ഡാഷ് ഇല്ലാണ്ടും പിന്നെ ഡാഷും വെച്ച് കൊടുക്കണം. G, G ഡാഷ് എന്ന് പേര് കൊടുക്കണം. അടുത്തത്, ഇഫ് എ പോയിന്റ് H ഈസ് ഇൻ HP. എന്താണ്? പോയിന്റ് H ഈസ് ഇൻ HP ആൻഡ് 45 ബിഹൈൻഡ് VP. എന്താണ്? H എന്ന് പറയുന്ന പോയിന്റ് HP-യിലും, അതേപോലെ തന്നെ 45 ബിഹൈൻഡ് VP. ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരും? XY ലൈനിന്റെ മുകളിലോട്ട് വരും. 45 മുകളിലോട്ട് എടുത്ത് പോയിന്റ് ഇടും. ഇനി പേര് കൊടുക്കുന്നത് എങ്ങനെയാ? പോയിന്റ് ഈസ് ഇൻ HP. അപ്പൊ HP-നെ ബേസ് ചെയ്തേക്ക് വന്നേക്കണ പോയിന്റ് ഏതാണ്? H. അതെന്തിലാണ്? പോയിന്റ് ഈസ് ഇൻ HP. അപ്പൊ റെഫറൻസ് ലൈനിലുള്ള പോയിന്റ് തന്നെയാണ് എന്ത്? H ഡാഷ്. ആൻഡ് VP-ക്ക് ബേസ് ചെയ്ത് വന്ന അളവ് ഏതാണ്? 45 ബിലോ VP. അപ്പൊ ഈ 45 VP-നെ ബേസ് ചെയ്ത് വന്ന അളവാണ്. അതിന് നമ്മൾ എന്ത് കൊടുക്കും? H എന്ന് കൊടുക്കും. ഡാഷ് കൊടുക്കുന്നത് HP-നെ ബേസ് ചെയ്ത് വന്ന അളവിനും VP-ക്ക് H എന്നും പേര് കൊടുക്കും. അടുത്തതാണ് ഈ ചോദ്യം. ഇത് നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഡ്രോ ദി പ്രൊജക്ഷൻസ് ഓഫ് ദി ഫോളോയിങ് പോയിന്റ്സ്. എങ്ങനെയാണ്? നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് വരയ്ക്കാനുള്ളത്. നമുക്ക് ഒരു കാര്യം നോക്കിയാലോ. ഡ്രോ ദി, ആദ്യം നമുക്ക് 4 ക്വാഡ്രാന്റ് വരയ്ക്കാം.
ഇനി ഇതിന് പേര് കൊടുക്കണം. എങ്ങനെയാ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ. ഇനി ഫസ്റ്റ് ക്വാഡ്രാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മളുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, HP, VP. അപ്പോ ഇൻ ഫ്രണ്ട് ഓഫ് വിപിക്ക് മുന്നില് എന്താണ്? ഇൻ ഫ്രണ്ട് ഓഫ് വിപിക്ക് മുന്നിൽ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട്? ഏതൊക്കെ ക്വാഡ്രാന്റ് ആയിരിക്കും വരാ? വിപിക്ക് മുന്നെന്ന് പറഞ്ഞാല് ഈ ഒരു പോർഷൻ. അപ്പോ ഫസ്റ്റും പെടും, ഫോർത്തും പെടും. അപ്പൊ എന്താണ്? ഇൻ ഫ്രണ്ട് ഓഫ് വിപി എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രാന്റ്. ഇൻ ഫ്രണ്ട് വിപി, ഇൻ ഫ്രണ്ട് വിപി. ഇനി വിപിക്ക് പിന്നില് അതെന്താണ്? ബിഹൈൻഡ് വിപി. എന്താണ്? ബിഹൈൻഡ് വിപി. ബിഹൈൻഡ് വിപി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ക്വാഡ്രാന്റ് ആയിരിക്കും? സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രാന്റ്. എന്താ? ബിഹൈൻഡ് വിപി. അപ്പൊ 4 കാര്യങ്ങളായില്ലേ? ഇൻ ഫ്രണ്ട് ഓഫ് വിപി എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രാന്റ്. പിന്നെ ബിഹൈൻഡ് വിപിക്ക് പിന്നിൽ എന്ന് പറഞ്ഞാല് സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രാന്റ്. ഇനി HP നെ ബേസ് ചെയ്ത് വന്ന് നോക്കാം. എന്തൊക്കെയാണ്? ബിലോ HP ആൻഡ് എന്താണ്? എബവ് HP. ബിലോ HP എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ക്വാഡ്രാന്റ് പെടും? തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രാന്റ്. അപ്പൊ എന്താ? ബിലോ HP, below HP. ഇനി ബിഹൈൻഡ് വിപി. ഇനി നമുക്ക് എന്താണ്? HP ന് വേറെ എന്താ ഉള്ളത്? എബവ് HP. ബിലോ HP കഴിഞ്ഞാല് എബവ് HP. എബവ് HP ഏതൊക്കെ ക്വാഡ്രാന്റ് ആണ്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രാന്റ്. ഇനി എന്താ? നമ്മ പറഞ്ഞ സെക്കൻഡ് മെത്തേഡ് ഒന്ന് വരച്ചു നോക്കാം. സെക്കൻഡ് മെത്തേഡ് ഏതാണ്? ഓൺ HP. ഓൺ HP എന്ന് പറഞ്ഞാല് റെഫറൻസ് ലൈനിൽ വരും. ഓൺ VP എന്ന് പറഞ്ഞാല് റെഫറൻസ് ലൈനിൽ വരും. പിന്നെന്താണ്? എബവ് HP, below HP, behind VP, in front of VP. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന ചാപ്റ്റർ, ഈ 2 കാര്യങ്ങൾ പഠിച്ചാല് ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിരിക്കുള്ളൂ. അതെങ്ങനെയാ? നമുക്ക് ഈ ക്വസ്റ്റ്യൻ തരും. എന്താ? ഈ ക്വസ്റ്റ്യൻ തന്നിട്ട് വെറുതെ പ്രൊജക്ഷൻ ചെയ്ത് വെച്ചാൽ മതിയാ? ഈ കാണുന്ന ഓരോ പോയിന്റ്സും ഏത് ക്വാഡ്രാന്റിലാണ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് നോക്കണം. അപ്പൊ എങ്ങനെയാ? ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. എ പോയിന്റ് K ഈസ് 20 mm below HP. എന്താണ്? below HP and 25 mm in front of VP. 25 mm in front of VP. അപ്പൊ ഇത് ഏത് ക്വാഡ്രാന്റിലായിരിക്കുള്ളൂ? ബിലോ HP. നമ്മൾ ആലോചിക്കണം, ബിലോ HP എന്ന് പറയുമ്പോ തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രാന്റ്. പിന്നെന്താ? ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രാന്റ്. കോമൺ ആയിട്ട് വരുന്നത് ഏത് ക്വാഡ്രാന്റ് ആണ്? ഏത് ക്വാഡ്രാന്റ് ആണ്? ഫോർത്ത് ക്വാഡ്രാന്റ്. അപ്പൊ ഈ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഏത് ക്വാഡ്രാന്റിലാണ്? ഫോർത്ത് ക്വാഡ്രാന്റില്.
ഈ കാര്യം പഠിച്ചു വെക്കണം. അപ്പൊ ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാല് ഫോർത്ത് ക്വാഡ്രാന്റ് ആയിരിക്കും. ഇനി അടുത്തത് എ പോയിന്റ് എൽ ഈസ് ഇതിന്റെ ഈ ഫസ്റ്റ് ക്വാഡ്രാന്റ് പോയിന്റിന്റെ പ്രൊജക്ഷൻ എങ്ങനെയായിരിക്കും? പോയിന്റ് കെ ഈസ് 20 mm ബിലോ എച്ച് പി. അപ്പൊ 20 mm ബിലോ എച്ച് പി എന്ന് പറഞ്ഞാല് എക്സ് വൈ ലൈനിൽ നിന്നും 20 mm അടിയിലോട്ട് എടുത്ത് വരയ്ക്കണം. ഇനി അടുത്തത് ആൻഡ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാല് അടിയിലോട്ട് തന്നെയാണ്. അപ്പൊ 25 mm അടിയിലോട്ട് എടുത്ത് എന്ത് വരയ്ക്കണം? ഈ പോയിന്റ് വരയ്ക്കണം. ആദ്യം തന്നെ 20 mm എടുത്ത് പോയിന്റ് വരയ്ക്കാം. അതിന്റെ അടിയിൽ നിന്നും റെഫറൻസ് ലൈനിൽ നിന്ന് 25 എടുത്ത് പോയിന്റ് ഇടണം. എന്നിട്ട് അതിന് എന്ത് കൊടുക്കണം? എച്ച് പിനെ ബേസ് ചെയ്ത് വന്ന 20 mm എന്ത് പേര് കൊടുക്കണം? ഡാഷ് എന്ന്, കെ ഡാഷ് എന്നും കൊടുക്കണം. വി പിനെ ബേസ് ചെയ്ത് വന്ന 25 mm പോയിന്റിന് എന്ത് കൊടുക്കണം? കെ എന്നും പേര് കൊടുക്കണം. അടുത്തത് പോയിന്റ് എൽ ഈസ് 30 mm ബിഹൈൻഡ് വി പി. 30 mm ബിഹൈൻഡ് വി പി. ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഹൈൻഡ് വി പി നമ്മൾ ആലോചിക്കുക, വി പിക്ക് പിന്നിൽ. അപ്പൊ എന്ത് വരും? സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രാന്റ്. പിന്നെന്താ? 30 mm എബവ് എച്ച് പി. എബവ് എച്ച് പി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് ക്വാഡ്രാന്റ്. അപ്പൊ കോമൺ ആയി വന്നത് ഏതാണ്? സെക്കൻഡ് ക്വാഡ്രാന്റ്. ഓക്കെ, അപ്പോ ബിഹൈൻഡ് വി പിയും എബവ് എച്ച് പിയിലും വന്നാൽ ഏത് ക്വാഡ്രാന്റ് ആയിരിക്കും? സെക്കൻഡ് ക്വാഡ്രാന്റ്. അപ്പൊ എങ്ങനെയാ നമുക്ക് ഇതിനെ പ്രൊജക്ട് ചെയ്യാൻ പറ്റുക? 30 mm ബിഹൈൻഡ് വി പി. ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ എക്സ് വൈ ലൈനിൽ നിന്നും മുകളിലോട്ട് 30 mm എടുത്ത് പോയിന്റ് ഇടണം. അടുത്തത് 30 mm എബവ് എച്ച് പി. എബവ് എച്ച് പി എന്ന് പറഞ്ഞാൽ എന്താ? എബവ് എച്ച് പി എന്ന് പറഞ്ഞാല് എന്താ? മുകളിലോട്ട് തന്നെ 30 mm എടുക്കണം. അപ്പൊ രണ്ടും 30 mm ആണ്. എബവും ബിഹൈൻഡും 30 mm വന്നാല് എന്ത് കൊടുക്കാം? ഇങ്ങനെയായിരിക്കും അതിന്റെ പോയിന്റ് വരെ. രണ്ടും ഒരു പോയിന്റിലായിരിക്കും. ഡയമെൻഷൻ ചെയ്യാം. പേര് കൊടുക്കണത് എങ്ങനെയായിരിക്കും? എൽ കോമ എൽ ഡാഷ് എന്ന് പേര് കൊടുക്കണം. ഓക്കെ, അടുത്തത് എ പോയിന്റ് എം ഈസ്. അപ്പൊ ഈ ബി ക്വസ്റ്റ്യനിൽ ഏത് ക്വാഡ്രാന്റിലാണ് നമ്മളുടെ പോയിന്റ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്? എ പോയിന്റ് എൽ ഈസ് 30 mm ബിഹൈൻഡ് വി പി ആൻഡ് എബവ് എച്ച് പി. അപ്പൊ അത് ഏത് ക്വാഡ്രാന്റിലാണ്? സെക്കൻഡ് ക്വാഡ്രാന്റില്. സെക്കൻഡ് ക്വാഡ്രാന്റില്. അടുത്തത് എ പോയിന്റ് എം ഈസ് ഓൺ വി പി. ഓൺ വി പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളുടെ റെഫറൻസ് ലൈനിൽ തന്നെയായിരിക്കും ആ പോയിന്റ് ഉണ്ടാവുക. ഓൺ വി പി ആൻഡ് 20 mm ബിലോ എച്ച് പി. 20 mm ബിലോ എച്ച് പി. അപ്പൊ അത് ഏത് ക്വാഡ്രാന്റിലായിരിക്കും? എം ഈസ് ഓൺ വി പി. ഓൺ വി പി എന്ന് പറഞ്ഞാല് ഈ കാണുന്ന വി പിയിലായിരിക്കും ആ പോയിന്റ് ഉണ്ടാവുക. ആൻഡ് 20 mm ബിലോ എച്ച് പി. ബിലോ എച്ച് പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ തേർഡും ഫോർത്തും. ഓക്കെ, തേർഡും ഫോർത്തും. അപ്പൊ ഈ കാണുന്ന ഇവിടെ ആയിരിക്കും അതിന്റെ പോയിന്റ് വരാം. ഓൺ വി പിയും അതേപോലെ തന്നെ ബിലോ എച്ച് പി എന്ന് പറഞ്ഞാല് എന്താണ്? തേർഡ് ആൻഡ് ഫോർത്ത്. അപ്പൊ ഈ പോയിന്റ് ഏത് ക്വാഡ്രാന്റിലാണ് സിറ്റുവേറ്റ് ചെയ്യുക? തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രാന്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് അതേതൊക്കെയാണ് പഠിക്കാനുള്ളത്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രാന്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രാന്റ്, തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രാന്റ്, ഫോർത്ത് ആൻഡ് ഫസ്റ്റ് ക്വാഡ്രാന്റ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ഓക്കെ, ഇനി എ പോയിന്റ് എം ഈസ് ഓൺ വി പി. അപ്പൊ എന്താണ് വി പി എന്ന് പറഞ്ഞാല്? ഓൺ വി പി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പോയിന്റ് റെഫറൻസ് ലൈനിൽ തന്നെയായിരിക്കും സിറ്റുവേറ്റ് ചെയ്യുക. ആൻഡ് 20 mm ബിലോ എച്ച് പി. ബിലോ എച്ച് പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ റെഫറൻസ് ലൈനിൽ നിന്നും അടിയിലോട്ട് 20 mm എടുക്കാം. ഓക്കെ, ആൻഡ് എച്ച് പിനെ ബേസ് ചെയ്ത് വന്ന 20 mm നമ്മൾ എന്ത് പേര് കൊടുക്കണം? എം ഡാഷ് എന്ന് പേര് കൊടുക്കണം. അടുത്തത് പോയിന്റ് എൻ ഈസ് ഓൺ ബോത്ത് എച്ച് പി ആൻഡ് വി പി. ഓൺ ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മൾ നേരത്തെ കൊടുത്തില്ലേ? ജി കോമ ജി ഡാഷ് കൊടുത്തില്ലേ? അതേപോലെ തന്നെ പേര് കൊടുക്കാം. അത് ഏത് ക്വാഡ്രാന്റിലായിരിക്കും സിറ്റുവേറ്റ് ചെയ്യുക? 4 ക്വാഡ്രാന്റിലായിരിക്കും അതിന്റെ സിറ്റുവേഷൻ. ഇനി പോയിന്റ് ഒ ഈസ് ഓൺ എച്ച് പി ആൻഡ് 20 mm ബിഹൈൻഡ് വി പി. എന്താണ്? ഓൺ എച്ച് പി. ഓൺ എച്ച് പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു എച്ച് പിയിലായിരിക്കും ആ പോയിന്റ് ഉണ്ടാവുക. ആൻഡ് 20 mm ബിഹൈൻഡ് വി പി. ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈ കാണുന്ന വി പിക്ക് പിന്നില്. അപ്പോ ഈ ലൈനില് എവിടെങ്കിലും ആയിരിക്കും ആ പോയിന്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ്, ആ പോയിന്റ് ഏതൊക്കെ ക്വാഡ്രാന്റിലാണ് സിറ്റുവേറ്റ് ചെയ്യുക? സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രാന്റ്. ഇതിന്റെ പ്രൊജക്ഷൻ എങ്ങനെയായിരിക്കും? ഈസ് ഓൺ എച്ച് പി. ഓൺ എച്ച് പി എന്ന് പറഞ്ഞാല് എന്താണ്? ഓൺ റെഫറൻസ് ലൈൻ. ആ ഓ എന്ന് പറയണത് റെഫറൻസ് ലൈനുമേലും, പിന്നെ 20 mm ബിഹൈൻഡ് വി പി. ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്? മേലോട്ട് 20 mm എടുത്ത് മേലോട്ട് വരയ്ക്കണം. ഇനി ഓൺ എച്ച് പി, നമ്മൾ റെഫറൻസ് ലൈനുമ്മ ഇട്ട പോയിന്റ് നമ്മൾ എന്ത് കൊടുക്കണം? ഓൺ എച്ച് പി. അപ്പൊ എച്ച് പി ന്ന് ബേസ് ചെയ്ത് വന്നേക്കുന്നത് ആ ഓൺ ആണ്. ഓൺ എച്ച് പി എന്നുള്ളതിന് നമ്മൾ എന്ത് കൊടുക്കണം? ഓ ഡാഷ് എന്ന് കൊടുക്കണം. മേലോട്ട് എടുത്ത് ബിഹൈൻഡ് വി പി 20 mm ബിഹൈൻഡ് വി പി 20 mm മുകളിലോട്ട് എടുത്ത് വരച്ചതിന് നമ്മൾ എന്ത് കൊടുക്കണം? വി പിനെ ബേസ് ചെയ്ത് വന്നേക്കുന്ന ഓ കൊടുക്കണം. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാല് എന്താണ്, ഇത് പഠിച്ചാല് ഏത് ക്വാഡ്രാന്റിലാണ് പോയിന്റ് സിറ്റുവേറ്റ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഒരു കാര്യം പഠിച്ചാല് ഈ കാണുന്ന എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കണം, അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.